കടച്ചക്ക മെഴുക്ക് പുരട്ടി വളരെ രുചികരവും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു നാടൻ കേരള വിഭവമാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കടച്ചക്ക നല്ല മൂത്ത ചക്കയാണ്. ഇതിൽ കറയൊക്കെ കാണാം, അതുകൊണ്ടാണ് ഞാൻ കത്തിയിൽ എണ്ണയൊക്കെ തേക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. ഈ ചക്കയുടെ കൂഞ്ഞ നന്നായിട്ട് മുറിച്ച് കളയണം. മൂത്ത ചക്കയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് ഇങ്ങനെ ഉടഞ്ഞു പോകും. ഇടത്തരം മൂപ്പുള്ള ചക്കയാണ് നമുക്ക് മെഴുക്ക് പുരട്ടിക്ക് നല്ലത്. അപ്പോൾ അധികം അങ്ങ് ഉടയാതെ ഇരിക്കും. കഷ്ണങ്ങളൊക്കെ നന്നായി കഴുകിയ ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് നമുക്കത് വേവിക്കാൻ വെക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിൽ പല വേവായിട്ട് വരും. അപ്പോൾ ഇത് നല്ല മൂത്ത ചക്കയായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇനി ഒരു കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ഉള്ളിക്കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉള്ളി മൂക്കാതെ തന്നെ ഇതിലേക്ക് ഞാൻ ചതച്ച മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കുന്നത്. ഉള്ളിയൊക്കെ നല്ലതായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച കടച്ചക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശരിക്കും ഈ ചോറുണ്ണാനില്ല, ഈ ഒരു കറിയും ഒരു ഉണക്കമീൻ കഷ്ണം കൊണ്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.